ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു 1.5 kg വെയിറ്റ് വരുന്ന ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പ്രലൈൻ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന നട്ട്സ് എന്ന് പറയുന്നത് ബദാമും അതുപോലെ തന്നെ കാഷ്യൂസുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഇത് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം പാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമ്മൾ ചെറിയ തീയിലിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ. അൺസാൾട്ടഡ് ആയാലും സോൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സാണ്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം അതിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിത് ഇളക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതാണ് നമ്മൾ കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത്. ഞാനിത് ഇവിടെ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് ബട്ടർസ്കോച്ചിൻ്റെ സോസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് നമ്മൾ ഈ ക്രീം ഒഴിക്കുന്ന സമയത്ത് ആ ഷുഗറെല്ലാം ഒന്ന് കട്ടയായിട്ട് വരും. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് നല്ലതുപോലെ മെൽറ്റായി എടുക്കുന്നതാണ് നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ സോസ്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഒന്ന് അളന്നെടുക്കാം. അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ അരിച്ചതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 6 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർസ്കോച്ചിൻ്റെ മിക്സാണ് കേട്ടോ. ഇത് ഷോപ്പിലേക്ക് അവൈലബിൾ ആണ്. അപ്പം 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസെൻസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി 1 ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെറിയ സ്പീഡിൽ തുടങ്ങി ഹൈ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെയും ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ലതുപോലെ ബീറ്റായി നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പാലുമാണ് കേട്ടോ. ഒന്നുകിൽ ഇളം ചൂടുള്ള പാല്, അല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ വിസ്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ലെയേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു കേക്ക് ബോർഡ് എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുക.
ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ക്രീം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈ ക്രീമൊക്കെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടർസ്കോച്ചിൻ്റെ ക്രഷാണ് കേട്ടോ. ക്രഷ് കൂടി ഒഴിച്ച് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രലൈനില്ലേ, അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർസ്കോച്ചിൻ്റെ സോസ്. അത് നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് കുറച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർസ്കോച്ചിൻ്റെ സോസാണ്. അപ്പോൾ ഈ സോസ് കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതും നമ്മൾ നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്തൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കേക്ക് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ ബോർഡർ പോലെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രലൈൻ്റെ പൊടിയാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റോസറ്റ നോസിൽ ഉപയോഗിച്ചിട്ട് മുകളിലായിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ക്രീമിൻ്റെ കളറ് പ്യുവർ വൈറ്റ് അല്ല, കാരണം ഞാൻ ആ ക്രീമിലേക്ക് നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ കളറ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് കാരമൽ സിറപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് കേക്കിൻ്റെ ഡിസൈൻ. അപ്പം ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ കേക്ക് ഡിസൈനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും. ബൈ.